കൊച്ചി ഫ്ളാറ്റ് പീഡന കേസിലെ പ്രതി മാർട്ടിൻ യുവതിയെ കുത്തി. തൃശൂർ പേരമംഗലത്താണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ യുവതി ചികിത്സയിൽ. യുവതിയെ കുത്തിയ മാർട്ടിൻ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. മാർട്ടിനായി അന്വേഷണം പോലീസ് ഊർജിതമാക്കി. വിവരങ്ങളുമായി അനീഷ് ചേരുന്നുണ്ട്. അനീഷ്, കൊച്ചി ഫ്ളാറ്റിലാണ് പീഡനക്കേസിലെ പ്രതി മാർട്ടിൻ യുവതിയെ കുത്തിയെന്നുള്ള വലിയൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്. തൃശൂർ പേരമംഗലത്തായിരുന്നു സംഭവം. എന്താണ് കേസിന്റെ വിശദാംശങ്ങൾ? അരുണിമ, അടാട്ടുള്ള ഒരു സ്വകാര്യ ഫ്ളാറ്റിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്ന് രാവിലെ ഒരു 11 മണിയോടെയാണ് ഇത്തരത്തിൽ ഈ കൊച്ചി ഫ്ളാറ്റ് പീഡന കേസിന്റെ പ്രതിയായിട്ടുള്ള മാർട്ടിൻ ജോസഫ് എന്ന ആൾ മുളകന്തകാവ് സ്വദേശിയായിട്ടുള്ള 26 വയസ്സുള്ള ഷാർമിള എന്ന യുവതിയെ കുത്തി പരിക്കേൽപ്പിച്ചത്. നാളുകളായി ഇരുവരും ഈ ഫ്ളാറ്റിൽ ഒരുമിച്ചായിരുന്നു താമസം എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ കത്തി കൊണ്ടാണ് ഇയാൾ ഈ യുവതിയെ കുത്തിയത്. ശരീരത്തിന് പുറകിൽ ആണ് കുത്തേറ്റത്. ഗുരുതരമായി യുവതിക്ക് ഈ കത്തിക്കുത്തിൽ പരിക്കേറ്റു. യുവതി ഇപ്പോൾ തൃശൂർ അമല ആശുപത്രി ICUവിൽ ചികിത്സയിലാണ്. ഗുരുതര പരിക്ക് ഏറ്റിട്ടുള്ളത്. അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നുള്ള ഒരു തർക്കം ഉടലെടുത്തതിന് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ യുവതിയെ ഇയാൾ ആക്രമിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ സംഭവത്തിന് ശേഷം ഇയാൾ തൃശ്ശൂരിൽ നിന്ന് രക്ഷപ്പെട്ടു. നിലവിൽ കോഴിക്കോട് ജില്ലയിൽ വരെ എത്തി എന്നുള്ളൊരു വിവരമാണ് നമുക്ക് പോലീസിന് ലഭിക്കുന്നത്. എന്തായാലും മലപ്പുറം, കോഴിക്കോട് ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ വ്യാപകമായി ഇയാൾക്കായി ഇപ്പോൾ പോലീസ് പരിശോധന നടത്തി വരികയാണ്. വൈകാതെ തന്നെ ഇയാൾ പിടിയിലാകുമെന്നാണ് നമുക്ക് ഒരു പ്രതീക്ഷ ഉള്ളത്. എന്തായാലും ഇയാൾ നമുക്കറിയാം കൊച്ചി മലയുടെ ഫ്ളാറ്റിൽ വെച്ച് യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച കേസിലെ പ്രതി കൂടിയാണ്. തൃശൂർ സ്വദേശിയാണ്, പുറ്റേക്കര സ്വദേശിയാണ് ഇയാൾ. മട്ടന്നൂർ സ്വദേശിയായിട്ടുള്ള യുവതിയെയാണ് ഈ മാർട്ടിൻ ജോസഫ് പുലിക്കോട്ടിൽ എന്ന് പറയുന്ന ആൾ അന്ന് ക്രൂരമായി പീഡിപ്പിച്ചത്. ഈ എറണാകുളത്ത് ഈ ഇരുവരും ജോലി ചെയ്യുന്നതിനെ പരിചയപ്പെടുകയായിരുന്നു. പിന്നീട് ലോക്ക്ഡൌൺ കാലത്ത് ഇരുവരും ഒരുമിച്ച് ഈ ഫ്ളാറ്റിൽ താമസിക്കുകയാണ്. ഈ സമയത്താണ് ഇത്തരത്തിൽ ആ പീഡനം ആ യുവതിക്ക് നേരിടേണ്ടി വന്നത്. ആ കേസിൽ ഇയാളെ തൃശ്ശൂരിൽ നിന്നുമാണ് പോലീസ് പിടികൂടുന്നത്. പിന്നീട് ഇയാളെ കുറിച്ച് മറ്റൊരു വിവരവും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇന്നാണ് ഇത്തരത്തിൽ മറ്റൊരു യുവതിയെ സമാന രീതിയിൽ ഫ്ളാറ്റിൽ വെച്ച് കത്തികൊണ്ട് മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചെന്നുള്ള വിവരം വരുന്നത്. എന്തായാലും ഇയാളെ പിടികൂടുന്നതിനായി പോലീസ് വ്യാപകമായ തെരച്ചിലാണ് ഇപ്പോൾ നടത്തി വരുന്നത്. അരുണിമ, ശരി. പീഡനക്കേസിലെ പ്രതി മാർട്ടിനാണ് യുവതിയെ കുത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ യുവതി ചികിത്സയിലാണ്. പെൺകുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.